വിശ്വാസത്തിനും ഈശ്വരനുള്ള പ്രത്യാശയിലൊക്കെ ക്രൈസ്തവർ നിലനിൽക്കുമ്പോൾ ഈ സമൂഹത്തിൽ നല്ല അയൽക്കാരായി നല്ല ചങ്ങാതിമാരായി നാം മുമ്പോട്ട് പോകുന്നതിന് കഴിയുമ്പോഴാണ് നമ്മിലുള്ള ദൈവവിശ്വാസം. അപ്പോൾ ശമരിയ സ്ത്രീയെ കാണുകയാണ്. അവൾ ഒരു കിണറ്റിൻകരയിൽ നിന്ന് വെള്ളം പൊരുകയാണ്. ആ ശമരിയ സ്ത്രീയോട് കുടിക്കാനായി ദാഹജലം ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭാഷണം നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നീ ഒരു യഹൂദനാണ്, ഒരു ശമരിയക്കാരിയോട് കുടിവെള്ളം ചോദിക്കുക എന്ന് പറയുന്നത് വലിയ പാവമാണ്, വലിയ അകൽച്ചയാണ് ആ സമൂഹത്തിൽ. യേശു അവളോട് ദാഹജലം ചോദിച്ചുകൊണ്ട് ആ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ യഹൂദനായ യേശു ക്രിസ്തു ആ ശമരിയ സ്ത്രീയോട് ദാഹജലം ചോദിച്ചുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ, ഓരോ സംഭാഷണങ്ങൾ ചോദിക്കുമ്പോൾ അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ ഒരു ബദൽ സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാനായി സാധിക്കും. വിശേഷം നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ സമൂഹത്തിൽ പുതിയ ബദൽ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നഷ്ടപ്പെടുന്നവരുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, സ്വന്തമായി ഭവനമില്ലാത്തവരുണ്ട്. അവിടെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എല്ലാ വിവേചനങ്ങൾക്കും അതീതമാണ് എല്ലാവരെയും ഒരുമിപ്പിക്കുന്നതാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളായി ഒരുമിച്ച് പരമാത്മാവാണ്, ജീവാത്മാവാണ് ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മുടെ രാജ്യത്തുണ്ട് അസാക്ഷിയുടെ ഒരു കാലഘട്ടം. ക്രിസ്മസ് നാളുകളിൽ ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. നമ്മുടെ ഈ ഒരു വിഷയെ ഗ്രാമം അനുഭവിക്കുവാനായിട്ട് ഇടയാണ്. മനുഷ്യ സ്നേഹികളുടെ എണ്ണം ഇന്നും ഡയവേഴ്സിറ്റി എത്തിച്ചേർന്നിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ കാണുന്ന ഇന്ത്യയിലെ മഹാരാജ്യത്തിനപ്പുറം ഓരോ ഗ്രാമങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഗ്രാമവാസികൾ അനുഭവിക്കുന്ന വിവിധ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ വിവേചനം സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്താണ് ജീവിക്കുന്നത്. കമ്മ്യൂണിറ്റിപ്പെട്ടു കഴിഞ്ഞാൽ അവനെ ചാനൽ ഭക്ഷിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ജാതനായകൾ മുഴുവൻ മാനവജാതികളെയും രക്ഷിക്കുകയാണ് അവർ പറയുന്നത്. അവിടെ എല്ലാ വിവേചനത്തിനപ്പുറം എല്ലാവരെയും തന്റെ ഹൃദയത്തോട് ചേർത്തണയ്ക്കുന്ന സ്നേഹവാനായ സ്നേഹത്തിന്റെ രാജാവായിട്ടാണ് യേശു ക്രിസ്തു പറയുന്നത്. യേശുവിന്റെ ആ സ്നേഹം പങ്കുവയ്ക്കാനാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്മസ് നമ്മൾ ആഘോഷമായ സന്തോഷമെല്ലാം പങ്കെടുത്തിട്ട് നമ്മൾ പുതിയ വർഷത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഈ വലിയ ഒരു ദർശനം നമ്മളെല്ലാവരും ഹൃദയത്തിലുള്ളതാണ്. ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ നാടുകൾ ഇത്രയും വിജയപ്രദമാക്കുന്നതിന് വേണ്ടി നമ്മുടെ വലിയ സഭയിലെ ഒരു കൂട്ടം യുവാക്കൾ മാസങ്ങളേറെ അവർ ജനാധ്വാനം ചെയ്തു. അതിൻ്റെ ഒരു നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതിലേറെ സന്തോഷമുണ്ട്. എല്ലാവരുടെ പറ്റി നമ്മുടെ അച്ഛന്മാരെല്ലാം ചേർന്ന് ഒരു കൂട്ടായ ദിവസങ്ങളോടെ അടുത്ത പ്രാവശ്യം അവിടെയും കൂടെ ഉണ്ടാകും. തീർച്ചയായിട്ടും പൊതുപ്രവർത്തകരുടെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ സഭയോട് മുമ്പോട്ട് നയിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ചില വർഷങ്ങൾക്കുള്ള 5 വർഷം ആക്ടികൾ പ്രദേശത്ത് ആ കമ്മിറ്റിയുടെ അംഗം ഞാനായിരുന്നു. അപ്പോൾ എല്ലാവരും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്.
സമാപന സമയത്തിൽ സ്വാഗതം ആശംസിച്ച ഇങ്ങോട്ട് ഫോട്ടോ എടുത്തരാം. ഉള്ളിൽ സംഭവിച്ചിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ചിലത് നേടുവാൻ, അല്പം ആശ്വസിക്കുവാൻ, സർവശക്തനായ ദൈവത്തിന്റെ തിരുവരുയെ കുറിച്ചൊന്ന് ചിന്തിക്കുവാൻ
ഈ ക്രിസ്മസ് കാർണിവൽ മുഖാന്തരമായി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഞാനും ഒന്നോടിച്ചു നോക്കുമ്പോൾ മനുഷ്യ സ്നേഹം എന്ന കാലഘട്ടം, 2 ദിനം തന്നെ അമ്മയെ കഴുത്തറുത്ത് കൊന്നത്, ദിനംതോറും അനേക നവമാധ്യമങ്ങളിലൂടെ വരുന്ന പത്രവാർത്തകൾ നമ്മെ ഞെട്ടിപ്പിക്കുമ്പോൾ നാം നമ്മോട് ചോദിക്കുക, ആത്മാർത്ഥമായ ഉന്നതങ്ങൾക്ക് ഒരു മാതൃകയാക്കി അതിന് മുഖ്യ കാരണക്കാരൻ സർവശക്തനായ ദൈവമാണ്. തന്നോടൊപ്പമായി എല്ലാ പദവികളും നൽകപ്പെട്ട തന്റെ ഏകപുത്രൻ അവയെല്ലാം ഉപേക്ഷിച്ചത് ഈ ഭൂമിയിലേക്ക് സഹായം ചെയ്യുന്ന വ്യക്തിയായി എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുന്നു. തീർച്ചയായും അതിന് സാധിക്കട്ടെ. ഒരു ഇവിടെ ഏറ്റവും സന്തോഷവും സമാധാനവും നിറയപ്പെട്ട ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ നല്ലൊരു സന്ദേശം നൽകിയ പ്രിയ ജയരാജേഷിനോടുള്ള നന്ദി അറിയിക്കുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി മൗണ്ട് വാർഡ് മെമ്പർ ശ്രീ പ്രേം ഒപ്പം ഈ സഭയുടെ തന്നെ നിറസാന്നിധ്യവും ഏവരെയും ഒരു ചിരി കൊണ്ട് ഇഷ്ടപ്പെടുന്ന ശ്രീ അനു, മുഖ്യപ്രഭാഷണം ഇവിടെ നടത്തിയ ഡോക്ടർ ജയരാജച്ചൻ, എല്ലാവർക്കും, പിന്നെ എന്നെ കേൾക്കുന്ന, എന്നെ ക്ഷണിച്ച് എന്നെ ഇവിടെ ക്ഷണിക്കാൻ കാരണക്കാരായ മാവൂട്ടുകുളത്തെ ജനങ്ങൾ, ഈ സഭാ വിശ്വാസികൾ, മറ്റ് എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും സ്നേഹവും ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഇല്ലാതെ ഓരോരുത്തരും പരസ്പരം സ്നേഹിക്കുന്ന ഒരു അതായത് ഉത്തമ ഉദാഹരണമായി കാണുന്നവന്മാർ ഓരോ എൻ്റെ സ്നേഹിതരും ഇതുവഴി കടന്നു പോകുന്നത് ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട്. ഒരു 4 ദിവസം മുന്നേ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഇവിടെ വരികയുണ്ടായി. ഇതിന് മുന്നിലെ ആ സന്തോഷം തന്നെ എനിക്ക് 2 മാസത്തെ അവരുടെ കഠിന അധ്വാനമാണ് എനിക്കറിയാം. കാരണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ കാർണിവൽ സമയത്ത് ഞാനിവിടെ ഉണ്ട്, എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലവും ഞാൻ അറിയുന്നുണ്ട് ഇവരുടെ കഷ്ടപ്പാട്, ഇവരുടെ ത്യാഗം, ഇവരുടെ പകല് എല്ലാവരും കൂലിപ്പണിക്കാരാണ്, വളരെ കുറച്ച് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ. അവർ ആ പകൽ സമയത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ അവരുടെ വിയർപ്പ് തന്നെയാണ് ഈ കാർണിവൽ. അതെനിക്ക് പറയാൻ കഴിയുന്നത് ഞാൻ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്, ഞാൻ കാണുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ സന്ദേശം ചുരുക്കി പറയാൻ കരഞ്ഞുപോയി എന്ന് തന്നെ പറയാം. ആ നാടകം എന്നെ മാത്രമല്ല ഈ അത് ശ്രമിച്ച കടകെടുത്തുന്ന ആളുകളുണ്ടാവും, അത്തരത്തിൽ പുതിയ കാര്യങ്ങൾ ആവിഷ്കരിക്കാനും അത് നടപ്പിലാക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അവരുടെ സന്തോഷം വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഒരു പരിപാടിയായി കാർണിവൽ മാറി എന്നുള്ളതാണ്. ഈ ആ കാർണിവലിന്റെ നിറസാന്നിധ്യങ്ങൾക്ക് ഈ സഭ അംഗങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ പോകാനും കൂടിയിടാ അയ്യോ
അത് വേറെ ഒന്നുമില്ല, അത് പീക്ക് ഓഫ് ക്ലാസ് ആയിരിക്കും. അത് മൂർച്ച കൊടുത്തിട്ടായിരിക്കും.